ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ് കഴിഞ്ഞത്. അവിടെ ഇന്നത്തെ ഫാമിലി വന്നിരിക്കുകയാണ്. ആദ്യം വന്നിരിക്കുന്നത് നന്ദനയുടെ അമ്മയും സിസ്റ്ററുമാണ് വന്നിരിക്കുന്നത്. അവരായിട്ടിരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ജിൻഡോ വന്നിരുന്ന് അവിടെ കുറേ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവിടെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു, ജാസ്മിന്റെ ഫാമിലിയെ കുറിച്ചും എന്തോ ഒന്ന് പറഞ്ഞത്. അത് എന്താണെന്ന് അത്ര ക്ലിയർ ആയില്ല പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി, നന്ദനയുടെ ഫാമിലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒന്നും പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം വീണ്ടും ജാസ്മിൻ ഇത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിജോ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനൊരു നോട്ടം നോക്കിയിരുന്നു. പിന്നെ സിജോ അത് കണ്ടിന്യൂ ചെയ്തില്ല, അവിടെ വെച്ച് സിജോ നിർത്തി. എനിക്ക് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും തമാശയാണെങ്കിൽ ഞാനത് അംഗീകരിക്കും, ഞാൻ തമാശ ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഫാമിലിയെ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞത്. ജിൻഡോ ആദ്യം തമാശയായിട്ടാണ് എടുത്തത്. ജിൻഡോ ആദ്യം ലേലല്ലു ഞാൻ ഉറങ്ങിയതിന് സോറി ഇന്നലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം കളിച്ചിരുന്നു. പക്ഷേ ജാസ്മിൻ അപ്പം നിങ്ങൾ വല്ലാണ്ട് കളിക്കേണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജാസ്മിൻ തട്ടിക്കയറായിരുന്നു. കഴിഞ്ഞ ദിവസവും നിങ്ങൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം നീ കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല, പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന ഫാമിലിയുടെ അടുത്തും എൻ്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയെ വെച്ച് കോമഡി പറയുന്നത് ഇഷ്ടമല്ല, ഈ കാര്യം പറയുന്നത് ഇഷ്ടമല്ല എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ പിന്നീട് ജാസ്മിനും ജിൻഡോയും തമ്മിൽ അവിടെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. പിന്നെ ജിൻഡോ വിട്ടുകൊടുത്തില്ല. ജാസ്മിൻ ചൂടായതിനു ശേഷം പിന്നെ ജിൻഡോ കയറി അങ്ങ് മേഞ്ഞു എന്ന് പറയാം. ജിൻഡോ കയറി അങ്ങ് ചൂടായി, നീ ആരാ പറയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ ഭയങ്കര വഴക്കായി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയച്ഛനും വന്ന ദിവസമല്ലേ, നിങ്ങളൊന്ന് വഴക്കിടാതിരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ സായിയും അഭിഷേകും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടാ അവിടെ പേരൻസ് വന്ന ദിവസമല്ലേ, നമ്മൾ ആ സമയത്ത് ഇങ്ങനെ വഴക്കിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. സിജോ വന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോനെ സമാധാനിപ്പിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും അവിടെ നിന്ന് ജാസ്മിൻ ഈ കാര്യം വീണ്ടും സിജോയുടെ അടുത്തോ മറ്റോ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ജിൻഡോയ്ക്ക് ദേഷ്യം വന്നു. ജിൻഡോ പറഞ്ഞു, അവളുടെ അടുത്ത് നിർത്താൻ പറഞ്ഞിട്ട് അവൾ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിലപ്പുറം ഞാൻ പറയും, അവളെ ഞാൻ തേച്ചൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമാവുന്നുണ്ട്. അതിനുശേഷം ഫാമിലി ഉള്ളതാണ്, കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൺട്രോൾഡ് ആക്കി മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ അർജുൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, അയാൾക്ക് തെറ്റുപറ്റിയതാവാം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, നീ അതൊന്ന് നിർത്ത്, ആൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ്റെ അടുത്ത്. ജാസ്മിൻ പറയുന്നുണ്ട്, അവിടെ ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങേരിങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ ഫാമിലി ഉള്ള കാരനാണ് കൺട്രോൾഡായി നിൽക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഫാമിലി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പൊരിഞ്ഞ് യുദ്ധം നടക്കുമെന്നുള്ള കാര്യം ഷുവറായിരുന്നു. രണ്ടുപേരും അത്രയും കട്ട കലിപ്പിലായിരുന്നു.